മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. CMRL എക്സാലോജിക് ഇടപാടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് EDയുടെ സമൻസ്. വെള്ളിയാഴ്ച വീണ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഉടമകളടക്കം CMRLുമായി ബന്ധപ്പെട്ട 9 പേർക്കാണ് ED ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് രാഗിൻ, AK സ്റ്റെഫിൻ, ബിനിൽ എന്നിവർ ചേരുന്നു. ആദ്യം രാഗിനിലേക്ക്. രാഗിൻ, കോടതിയിൽ ED ഈ അനുബന്ധ രേഖകൾ അടക്കം ചോദിച്ചപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അത് ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്കുള്ള ആദ്യ പടിയാണെന്ന്. ഇപ്പോൾ ചോദ്യമുനയിലേക്ക് ആദ്യമായി രേഖകൾ സഹിതം ഹാജരാകാൻ വീണ പറയുമ്പോൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമല്ലേ ഇത്? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ വീണയ്ക്ക് സമൻസ് വന്നിരിക്കുന്നു. അതായത് ഈ വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നതാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളും EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. വീണയ്ക്കൊപ്പം തന്നെ മറ്റ് 8 CMRLുമായി ബന്ധപ്പെട്ട ആളുകൾക്കും നോട്ടീസ് പോയിട്ടുണ്ട്. പക്ഷേ അവരെ മുൻപ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നതാണ്. വീണയുടെ ചോദ്യം ചെയ്തലാണ് അതിൽ ഏറ്റവും പ്രധാനം. ആദ്യമായിട്ടാണ് വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത്. അതിൽ നേരത്തെ ഈ റെയ്ഡിന്റെ സമയത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ മറുപടികളിൽ വ്യക്തതയില്ല എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പങ്കുവയ്ക്കുന്ന വിവരം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള രേഖകൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് ED കൊടുത്ത അപേക്ഷ കോടതി അനുവദിച്ചിരുന്നു. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണയോട് ഹാജരാകുന്ന ഘട്ടത്തിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കണമെന്നും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ, അതോടൊപ്പം തന്നെ IT റിട്ടേൺസുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയുള്ളവയാണ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന രേഖകളാണ് ED കോടതിയോട് ചോദിച്ച് അതിൽ ലഭിക്കുന്ന തരത്തിലുള്ള ഉത്തരവും വന്നിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ CMRL അന്വേഷണത്തെ ചോദ്യം ചെയ്തു പോയിരുന്നു. പക്ഷേ അത് അനുവദിക്കപ്പെട്ടില്ല. തുടർന്ന് അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിൽ പോയി, അതും അനുവദിക്കപ്പെട്ടില്ല. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED ഇതിൽ തുടർ നടപടികളിലേക്ക് പോകുന്നത്. വീണയെ ചോദ്യം ചെയ്യേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ CMRLന്റെ ഫേക്ക് എക്സ്പെൻസുകൾ കാണിച്ചിട്ടുണ്ട് അവർ. അത് ഏകദേശം 132 കോടി രൂപയുടെ ഇടപാടുകൾ അങ്ങനെയുണ്ട്. സ്വാഭാവികമായിട്ടും അത് കമ്പനിക്ക് അല്ലെങ്കിൽ നഷ്ടം കാണിക്കലാണ്, അല്ലെങ്കിൽ ഇൻകത്തിൽ കുറവ് കാണിക്കലാണ്. അപ്പോൾ ഇത് ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ഇത്തരം കാണിക്കുമ്പോൾ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്, കള്ളപ്പണ ആംഗിളിൽ വരുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്കാണ് ED പോകാൻ പോകുന്നത്. ബിനിൽ കൂടി ചേരുന്നുണ്ട്. ബിനിൽ, ഈ രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CMRL എക്സാലോജിക് ഇടപാടിലെ കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ ആയി വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇതുവരെയും ഉത്തരം കണ്ടെത്താനാവാത്തൊരു വലിയ ചോദ്യമുണ്ട്. എന്ത് സേവനമാണ് എക്സാലോജിക്കും വീടും CMRLന് നൽകിയത് എന്നൊരു ചോദ്യത്തിന് ഇതുവരെയും ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ വ്യക്തമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടുമില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണമായി പോലും എന്തായിരുന്നു ആ സേവനം എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു രേഖയുമില്ല. ആ സാഹചര്യത്തിൽ ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. ആ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ വീണ ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബന്ധപ്പെട്ട രേഖകളടക്കം ഹാജരാക്കാനാണ്. അതായത് ഇവരുടെ കരാർ, അതായത് CMRLും എക്സാലോജിക് കമ്പനിയും തമ്മിൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനുണ്ടാക്കിയിരിക്കുന്ന കരാർ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വീണ CMRLന്റെ ഒരു കൺസൾട്ടന്റ് എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. മാസം 5 ലക്ഷം രൂപ വീതം ഇതിന്റെ പേരിൽ വീണയ്ക്ക് പേഴ്സണലായി അവർക്ക് വ്യക്തിപരമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ മാസവും 3 ലക്ഷം രൂപ വീതം എക്സാലോജിക് കമ്പനിക്ക് നൽകിയിരുന്നത്. മൊത്തം 8 ലക്ഷം രൂപയാണ് പ്രതിമാസം കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ 5 ലക്ഷം രൂപ വീണയ്ക്ക് വ്യക്തിഗതമായിട്ടാണ് കിട്ടുന്നത്, വീണയെ ഒരു കൺസൾട്ടന്റ് എന്ന നിലയിൽ. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു കരാർ ഉണ്ടാകണം. ആ കരാറിന്റെ പകർപ്പുകളടക്കം ഹാജരാക്കാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണയുടെ ആദായ നികുതി വകുപ്പ് റിട്ടേണുകളുടെ ഓരോ വർഷത്തെയും റിട്ടേണുകൾ സമർപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ, ആ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വീണയുടെ ഒരു അക്കൗണ്ട് HDFC ബാങ്കിന്റെ പേരിലുള്ള അക്കൗണ്ട് നേരത്തെ ഇതിന്റെ ഭാഗമായി ഈ റെയ്ഡിന് ശേഷം ഫ്രീസ് ചെയ്തിരുന്നു. അത് കൂടാതെ മറ്റേതെങ്കിലും അക്കൗണ്ടുകൾ ഉണ്ടോ,
ബന്ധപ്പെട്ടവർ കുടുംബാംഗങ്ങളുടെ അടക്കമുള്ള അക്കൗണ്ടുകൾ സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള സമൻസ് അയക്കുമ്പോൾ ആ ഇ ഡി ആവശ്യപ്പെടാറുണ്ട്. കാരണം PMLA പ്രകാരം അന്വേഷണം നടത്തുമ്പോൾ ആ വ്യക്തിയിലേക്ക് മാത്രമല്ല അന്വേഷണം ചുരുങ്ങുന്നത്, ആ വ്യക്തിയുമായി ആ ബന്ധപ്പെട്ടവരുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്കാണ് ഇ ഡി പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രേഖകളും കൂടി ഹാജരാക്കാൻ ആ വീഡിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട